റമദാൻ മാസത്തെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ വഹുവ ഷഹ്റു സ്വബർ, അത് ക്ഷമയുടെ മാസമാണ്. വസ്വബുറു സവാബുഹുൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്നിടത്ത് 3 തരം ക്ഷമ നോമ്പുകാലത്ത് പരിശീലിക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നിടത്തുള്ള ക്ഷമയാണ്. നല്ല ദാഹമുണ്ട്, വെള്ളം കുടിക്കുന്നില്ല. നല്ല വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കുന്നില്ല. ഇതിന് നല്ല ക്ഷമ ആവശ്യമാണ്. രണ്ടാമത്തെ ഒന്ന് പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു ക്ഷമയാണ്. ഒരാൾ നമ്മളെ നന്നായിട്ട് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്, അയാളെ തിരിച്ച് ചീത്ത പറയാൻ വല്ലാതെ വെമ്പുന്നുണ്ട്, പക്ഷേ ക്ഷമിക്കുകയാണ്. മൂന്നാമത്തേത് പ്രതിസന്ധികളിലുള്ള ക്ഷമയാണ്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചത് പ്രവാചകന്മാരാണ്. അതുകൊണ്ട് അവർ കാണിച്ചു തന്ന ആ ക്ഷമയുടെ പദവിയിലേക്ക് ഉയർന്നു നിൽക്കാൻ വിശ്വാസികൾ നോമ്പുകാലത്ത് റമദാനിൽ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. ഇങ്ങോട്ടൊരാൾ ചീത്ത പറയുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇങ്ങോട്ടൊരാൾ വഴക്കിന് വന്നാൽ പോലും, ഇന്നി സ്വായിമൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാനാണ് നോമ്പുകാരൻ ശ്രമിക്കേണ്ടത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.